പത്തനംതിട്ടയിൽ അസറ്റ് ഗേറ്റ് വേയിൽ നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത ഒരു ബേസ് കളറിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കിച്ചണാണിത്. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി. നമ്മളിത് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ന്യൂട്രൽ കളറാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഒരു വുഡിൻ്റെ എലമെൻറ്റും ഓൾ ഓവർ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗ്രാനൈറ്റും ടാരോട്ടൈലും ഓൾറെഡി സൈറ്റിലുണ്ടായിരുന്നു. സോ നമ്മൾക്ക് അതിനെ വെച്ച് വേണമായിരുന്നു ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കളർ കുറച്ചുകൂടി എടുത്ത് നിൽക്കുമെന്ന് തോന്നി. കാരണം കൂടുതൽ സ്റ്റോറേജ് നമുക്ക് കിട്ടുന്ന രീതിയിലും കൂടുതൽ ഇടുങ്ങാത്ത രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഒരു ബ്രൂം സ്റ്റോറേജ്, അതുപോലെ ഒരു ഓവൻ യൂണിറ്റ്, അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടൊരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മളതെല്ലാം വരുന്ന പോലെ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു സ്റ്റോറേജ്, നമ്മുടെ വാഷിംഗ് മെഷീനുള്ള ലിക്വിഡ്സും ഒക്കെ വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് മാക്സിമം സ്റ്റോറേജ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ എൽ ഷേപ്പിനാണ് നമ്മളുടെ ഇവിടുത്തെ കിച്ചൺ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് വുഡ് ഹോബ് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഡോർ തുറക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു യൂണിറ്റ് വരുന്നത്, ക്രോക്കറി യൂണിറ്റ്. അപ്പോൾ നമ്മൾ അതിന് പ്രൊഫൈൽ ഗ്ലാസ് ഡോറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് വരുമ്പോഴും നമ്മൾ ഇവിടെ GTPT കൊടുത്ത് ബാക്കി ഫുൾ സ്റ്റോറേജ്, ടോപ്പ്, ലോഫ്റ്റ് എന്നുള്ള രീതിക്കാണ്. അതുപോലെ കിച്ചണിൽ ഒരു റിക്വയർമെൻറ്റും കൂടെ ഉണ്ടായിരുന്നു, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. അപ്പോൾ അത് നമ്മൾ ഫോൾഡബിൾ ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. ആവശ്യം കഴിയുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഒതുങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞങ്ങൾ ഈ ഒരു ഫോൾഡബിൾ ടേബിൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പോർഷൻ ഇവിടെ വരും. അപ്പോൾ മാക്സിമം ഈ ഒരു സ്പേസിനെ ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്.